ഇന്നൊരു ഇൻസ്റ്റൻറ്റ് പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. തേങ്ങ ചേർക്കാതെ, തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ, കണ്ടില്ലേ, നല്ല സോഫ്റ്റ് പാലപ്പമാണ്. ഇത് വൈകിട്ട് വരെ പുറത്തിരുന്നാലൊന്നും അരികെ കട്ടിയാവത്തില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ഇൻസ്റ്റൻറ്റ് പാലപ്പം റെസിപ്പി ഒന്ന് കണ്ടാലോ? ഒരു മിക്സിയുടെ ജാറിലോട്ട് ചൂടുള്ള ചോറാണ്, 1 കപ്പ് ചൂട് ചോറ്, 2 കപ്പ് അരിപ്പൊടി, അപ്പം, ഇടിയപ്പം, പത്തിരി പൊടി നമ്മൾ പുറത്തൊന്നും മേടിക്കത്തില്ല, ആ പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് 2 കപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഈസ്റ്റാണ്. ഇനിയാണ് ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിലില്ലേ, അത് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതാ ഇതിനൊരു തേങ്ങയുടെയും തേങ്ങാപ്പാലിൻ്റെയൊക്കെ മണം തരുന്നത്. ഇനി ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളം വേണം ഒഴിക്കാൻ. അത് 2 കപ്പ് ഒഴിച്ച് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തപ്പം ഇച്ചിരി കട്ടിയുണ്ട്, അപ്പത്തിൻ്റെ മാവിന് ഇത് പോരല്ലോ. അപ്പം ഞാൻ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളമാണ്. നിങ്ങളുടെ പൊടിയുടെ അനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാൻ. എന്താണേലും 3 കപ്പിക്കുള്ളിൽ വെള്ളം വേണ്ട. ചിലർക്ക് 2.5 മതിയാവും, ചിലർക്ക് 2.25 മതിയാവും. ശ്രദ്ധിച്ചൊഴിക്കണേ വെള്ളം. കണ്ടില്ലേ, ഈ കൺസിസ്റ്റൻസി ആയിരിക്കണം അപ്പത്തിൻ്റെ മാവിന്. ഇതിനി നമുക്കൊരു പാത്രത്തിലൊഴിച്ച് ഒരു 1-1.5 മണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പം മഴയൊക്കെ അല്ലേ, അത് കാരണം 1-1.5 മണിക്കൂർ എന്തായാലും ഇരുന്നോട്ടെ. ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞ് കണ്ടില്ലേ, അത്യാവശ്യം ഒന്ന് പൊങ്ങി വന്നിട്ടേ ഉള്ളൂ. ഇനി ഇരുന്നാൽ ഒന്നും കൂടി ഇത് പൊങ്ങി വരും കേട്ടോ, പക്ഷേ ഇത് മതി. കറക്റ്റ് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ ഒഴിച്ച അപ്പത്തിൻ്റെ മാവാണ്. ഒരു 1.5 തവി മാവ് ഞാൻ അപ്പച്ചട്ടിയിലോട്ട്, ചൂടായ അപ്പച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നിറയെ ഹോൾസൊക്കെ ആയിട്ടുള്ള നല്ല അപ്പം, നല്ല സോഫ്റ്റ് അപ്പം. എളുപ്പമല്ലേ, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് അപ്പം. ഇത് കണ്ടാലും കഴിച്ചാലും ഒന്നും പറയത്തില്ല കേട്ടോ, അരി അരയ്ക്കാതെയാണെന്നോ തേങ്ങ ചേർക്കാതെയാണെന്നോ ഉണ്ടാക്കിയ അപ്പമാണെന്ന് പറയത്തേ ഇല്ല. അത്ര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഇൻസ്റ്റൻറ്റ് റെസിപ്പി. ഈ അളവിനൊരു കറക്റ്റ് 13-14 അപ്പം കിട്ടുമേ. ഇതിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ ചൂടുള്ള ചോറും ചൂടുള്ള വെള്ളവും, ചെറിയ ചൂടുവെള്ളവും ചൂടുള്ള ചോറും, ഇത് രണ്ടും ചേർത്താൽ തന്നെ ഈ അപ്പം കറക്റ്റാവും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് വെള്ളയപ്പം. ഈസി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണേ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.